കുറേ നാളായിട്ട് ഗവിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമില്ല, ഡേ ട്രിപ്പേ പറ്റുള്ളൂ, പെർമിഷൻ എടുക്കണം എന്നൊക്കെ പറയണത് കേട്ടപ്പോൾ മാറ്റി വെച്ചതായിരുന്നു ഗവി ട്രിപ്പ്. അപ്പോഴാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാനും ബോട്ടിങ്ങിനൊക്കെ ഉള്ളൊരു പാക്കേജിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാനും ഫ്രണ്ട്സും ഗവിയിലേക്ക് പോണത്. വണ്ടിപ്പെരിയാറിൽ നിന്നാണ് നമ്മൾ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണത്. 12 മണിക്കാണ് വണ്ടിപ്പെരിയാർ എത്തേണ്ടതെങ്കിലും ഞങ്ങൾ നേരത്തെ ഇറങ്ങി. കാരണം ഡെസ്റ്റിനേഷനേക്കാളേറെ പോകുന്ന റൂട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം. പോകുന്ന റൂട്ടാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു, നിറച്ച് കോടയുണ്ടായിരുന്നു. പിന്നെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്ര വളരെയധികം രസമായിരുന്നു. അങ്ങനെ കൊട്ടിക്കാനും പീരുമേടും എല്ലാം കഴിഞ്ഞ് അതിമനോഹരമായിട്ടുള്ളൊരു ഡ്രൈവിന് ശേഷം ഞങ്ങൾ വണ്ടിപ്പെരിയാറെത്തി. ഇവിടെ നിന്ന് 26 കിലോമീറ്റർ കാട്ടിലൂടെ ഞങ്ങൾ ഈ ബസ്സിൽ ഇവരുടെ കൂടെയാണ് യാത്ര. നല്ല ചാറ്റൽ മഴയും കൊച്ചു കൊച്ചു അരുവികളും പോണ വഴിയിലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഈ കാട്ടിലൂടെയുള്ള യാത്ര വേറെ തന്നെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് തന്നത്. ഇടയ്ക്കുള്ള വ്യൂ പോയിന്റിലൊക്കെ നിർത്തി നമ്മളിടയ്ക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. കാടിനോട് ഇഷ്ടമുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഗവിയിലേക്ക് ഒരു ട്രിപ്പ് വരണം. കാട് എന്താണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ. അങ്ങനെ 26 കിലോമീറ്റർ കൊടും കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ഗവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഓർഡിനറി മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഞാൻ വെറുതെ പറയണതല്ല. മഴ സമയങ്ങളിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലാണ്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മഴ നനയാനുള്ള ഒരവസരവും ഞാൻ കളയാറില്ല. ഇവിടുത്തെ ചെറിയ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി ഫ്രഷായി പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിനാണ് പോയത്. ഞാൻ എന്താ പറയേണ്ടത്, എനിക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. സത്യമായിട്ടും ഈ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കായൽ കാണാനുള്ള ഭംഗി അത് പറഞ്ഞ വാക്കുകളിൽ തീരൂല. അത്രക്ക് ഭംഗിയായിരുന്നു. അരമണിക്കൂറോളമുള്ള ഒരു ബോട്ട് റൈഡിന് ശേഷം ഞങ്ങൾ കായലിനകത്ത് തന്നെയുള്ളൊരു വാട്ടർഫാളിൽ കുളിക്കാൻ പോയി. എന്ത് രസമായിരുന്നു എന്നറിയാം ഈ വാട്ടർഫാൾ കാണാമെന്ന്. ഞങ്ങളെല്ലാവരും കൂടെ പാട്ട് പാടി ഡാൻസ് ചെയ്തു, കുളിച്ചു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. പക്ഷേ ഇതിൻ്റെ ഒരു രസത്തിൽ ഒന്നും അറിഞ്ഞില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ ഞങ്ങൾ.